ഇമ്പാക്റ്റ് ഓഫ് സാൾട്ട് സത്യാഗ്രഹം. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഒരു റിസൾട്ടാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഉപ്പ് സത്യാഗ്രഹം പുതിയ പുതിയ ഒരുപാട് സമരരൂപങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ പറയുന്നത് സ്ത്രീകളുടെ വലിയൊരു രീതിയിൽ തന്നെ പങ്കാളിത്തത്തിന് ഈ ഒരു പ്രസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത് പറയുന്നത് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ കഴിഞ്ഞിരുന്ന പല സ്ത്രീകളും, അമ്മമാര്, വിധവകള്, അവിവാഹിതരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ മദ്യഷാപ്പിന് പുറത്ത് ഉപഭോക്താക്കളെ പ്രേരിപ്പിച്ചു, പ്രത്യേകിച്ച് അവിടുത്തെ കടയുടമകൾ അടക്കമുള്ള ആളുകൾ. പിന്നെ പറയുന്ന കാര്യങ്ങൾ യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ നല്ല അകമഴിഞ്ഞൊരു പങ്കാളിത്തം തന്നെ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഖാദിയുടെ ഉപയോഗങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിയെ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചു. വിദേശ വസ്ത്ര ബഹിഷ്കരണം. താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ജാതിയിൽപ്പെട്ട ആളുകളും അതേപോലെ തന്നെ സ്ത്രീകളും ഉൾപ്പെടുന്ന വലിയൊരു ശക്തി തന്നെ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പറയുന്ന മറ്റൊരു റിസൾട്ട് എന്ന് വെച്ചാൽ വ്യവസായികളുടെ വലിയൊരു പങ്കാളിത്തമായിരുന്നു. അവർ പ്രസ്ഥാനത്തിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണയും നൽകിയിട്ടുണ്ട്. മാത്രമല്ല തൊഴിലാളികളും കർഷകരും ഈ ഒരു ഇന്ത്യയിൽ അടങ്ങിയിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്ന രീതി, ബ്രിട്ടീഷുകാർക്കെതിരെ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം, അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ആയിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഇന്ത്യൻ ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അത്രയും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് തന്നെ ഉണ്ട് കേട്ടോ. കാരണം മറ്റുള്ളതൊന്നും പോലെയല്ല, ഉപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങാൻ റെഡിയായിരുന്നു. മാത്രമല്ല അതിനോടൊപ്പം വരുന്ന മറ്റുള്ള കാര്യങ്ങളും, അതായത് മറ്റുള്ള അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതേപോലെ തന്നെ അവർ ഈ ഒരു ഉപ്പിൻ്റെ നികുതി മാത്രമായിരുന്നില്ലല്ലോ, അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും എല്ലാ ആളുകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിലാണ് ആദ്യമായിട്ട് ജനപങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തം ലഭിച്ചിട്ടുള്ളത് ഈ ഒരു ഉപ്പ് സത്യാഗ്രഹത്തിലാണെന്ന് പറയാൻ പറ്റും. കാരണം ഇത് നമുക്ക് അറിയാം, ഇന്ത്യയുടെ ഇതിലൊരു കോണിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പല തരത്തിൽ പല പല ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് സത്യാഗ്രഹത്തിന് ഇന്ത്യൻ ചരിത്രത്തിൽ വലിയൊരു പങ്ക് തന്നെ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും.